ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഗൈസ്, ഇന്നൊരു ട്രാവൽ ബ്ലോഗാണ്. ഒരുപാട് വലിയ ഒന്നും അങ്ങനെയൊന്നും ഇല്ല, ചെറിയൊരു ഞങ്ങളിന്ന് അഴീക്കൽ ബീച്ച് പോവാണ്, തമ്മിൽ കണ്ട പോലെ തന്നെ. അപ്പോൾ എന്താ പറയുക, സത്യം പറഞ്ഞ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ട്രാവൽ വ്ളോഗൊന്നും അങ്ങനെ അധികം ഇട്ടിട്ടില്ല. ആകെ 1-2 വീഡിയോസ്, അങ്ങനെ മിനിമം ഒരു 2 വീഡിയോസ് കാണാം, അതിൽ കൂടുതൽ കാണത്തില്ല. അപ്പോൾ അച്ഛൻ വന്നപ്പോഴെങ്ങാണ്ടാണ്, കഴിഞ്ഞ വർഷം കണ്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിചാരിച്ചു ഇന്ന് ഒരു കുട്ടി ട്രാവൽ വ്ളോഗ് എടുക്കാമെന്ന്. ഞാൻ എണ്ണീറ്റതേ ഉള്ളൂ കേട്ടോ. ഫുഡ് അങ്ങനെ വലുതായിട്ടൊന്നും കഴിച്ചില്ല, ഏത്തപ്പഴമാണ് കഴിച്ചത്. അത് പുഴുങ്ങിയുണ്ടായിരുന്ന രീതി, നമുക്ക് അന്ന് രാവിലെ ഉണ്ടാക്കാനൊന്നും ആർക്കും ടൈമില്ല. ഇപ്പോൾ 8 മണി ആയതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരു 10-10:30 ആകുമ്പോഴാണ് ഇറങ്ങുന്നത്. ഇനി കുളിച്ച് ഫ്രഷ് ആവണം. അപ്പോൾ നമുക്കിനി ബാക്കി വീഡിയോ ആണ്. അപ്പോൾ ഒരു ട്രാൻസിഷൻ കണ്ടാലോ. അങ്ങനെ ഫ്രണ്ട്സ്, ഞാൻ കുളിച്ച് ഫ്രഷായി, ഡ്രസ്സൊക്കെ മാറി, മേക്കപ്പ് ഒന്നും ഇട്ടില്ല കേട്ടോ, ഒരുങ്ങിയൊന്നുമില്ല, ഡ്രസ്സ് മാത്രം ഇട്ടതേ ഉള്ളൂ. ഓവർ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ദൂരെ പോകുമ്പോൾ അത്യാവശ്യം നല്ല മേക്കപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനങ്ങനെ റെഡി ആയിട്ടുണ്ട്. മുടിയൊന്നും ഞാനങ്ങനെ കെട്ടുന്നില്ല കേട്ടോ, കാരണം നനഞ്ഞ മുടിയാണ്. കാറിൽ ഇരുന്ന് എന്നെ കെട്ടാമെന്ന് വിചാരിച്ചു. സ്ലൈഡും ഷീപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ കാറിൽ ഇരുന്നാണ്. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, വിമ്മിയമ്മയ്ക്ക് ഭയങ്കര തലവേദനയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഗുളിക മേടിക്കാൻ വന്നു. അമ്മയ്ക്ക് ഇങ്ങനെ കാറ് കയറുമ്പോൾ ഇങ്ങനെ AC ഒക്കെ ഇങ്ങനെ ഇട്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അതെ, മൈഗ്രെയിൻ ഉള്ളത് കൊണ്ട് ഭയങ്കര തലവേദനയും ഭയങ്കര അസ്വസ്ഥതയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഗുളിക മേടിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, റിമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഗ്യാസ് ട്രബിളും പിന്നെ അതുപോലെ തന്നെ മൈഗ്രെയിൻ ഭയങ്കരമായിട്ട് കൂടി തലവേദനയൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞായിരുന്നു രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു എന്ന്. അപ്പോൾ വിചാരിച്ചു ഉച്ച സമയം കൂടിയായി, അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കുന്നില്ലെന്ന് വിചാരിച്ചു. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ അമൂൽ ഐസ്ക്രീമിൻ്റെ ഒരു ഷോപ്പിലോട്ട് പോയി കേട്ടോ. ഫുൾ ഐസ്ക്രീമാണ് കേട്ടോ ആ കടയിൽ. ഞങ്ങൾ 4 ഷാർജ ഷേക്ക് മേടിച്ചു. റിമ്മയ്ക്ക് ബ്ലൂബെറിയുടെ ഐസ്ക്രീമാണ് കേട്ടോ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നത്. റിയൽ ഫ്രൂട്ട് ബ്ലൂബെറി അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇച്ചിരി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മാംഗോയുടെ കേട്ടോ മേടിച്ചത്. മിക്കപ്പോഴും ഈ സ്ട്രോബെറിയൊക്കെ കഴിച്ച് മടുത്തു. മിക്കപ്പോഴും സ്ട്രോബെറിയാണ് ഐസ്ക്രീം മേടിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇച്ചിരി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ പാഴ്സലും മേടിച്ചു കേട്ടോ ഐസ്ക്രീം. ഇങ്ങനെ ചെറിയൊരു കുഞ്ഞ് ഇങ്ങനെ കപ്പാണ് കേട്ടോ, പ്ലാസ്റ്റിക് കപ്പിനകത്ത് ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ അതുപോലെ തന്നെ അങ്ങനെ എന്തോ ഒരു വെറൈറ്റി ഫ്ലേവറും പിന്നെ അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറുള്ള ഒരു ഐസ്ക്രീം, 2 ഐസ്ക്രീമായിട്ട് മേടിച്ചത്. അപ്പോൾ കഴിച്ച് ഞങ്ങളിങ്ങനെ മെയിൻ ഹൈവേ കൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുക 6ആണ്, പക്ഷെ 6അല്ല ഫ്രണ്ട്സ്, ഇത് റോഡാണ്. അതാണ് രസം. അപ്പോൾ ഫ്രണ്ട്സ്, പിന്നെ ഇത് ഞങ്ങൾ വല്യമ്മച്ചിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വൈകുന്നേരം ഞങ്ങൾ ബീച്ചിലോട്ട് പോകുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ വല്യമ്മച്ചിയുടെ വീട്ടിലോട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ആയിരുന്നു ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ. ചോറും മീൻകറിയും തോരനും അവിയലും ഒക്കെ ഉണ്ടായിരുന്നു. ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ, ഞാനതാ കഴിച്ചത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ, വല്യമ്മച്ചിയുടെ വീട്ടിൽ നിന്ന്. അപ്പം ഞങ്ങളിനി ബീച്ചിൽ പോകണം കേട്ടോ, അഴീക്കൽ ബീച്ചിൽ. ഫുഡൊക്കെ കഴിച്ച് ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലേ. പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു. എൻ്റെ മുഖം കാണുമ്പോഴേ മനസ്സിലാവും നല്ലപോലെ ഇടുമ്പിച്ചിരിപ്പുണ്ടല്ലേ. അപ്പോൾ എന്താ പറയുക, ഇനി നമുക്ക് ബീച്ചിൽ പോയിട്ട് ബാക്കി വിശേഷം.
കുറച്ച് നേരം ബീച്ചിലൊക്കെ നിന്നതിന് ശേഷം എത്രയായാലും ബീച്ച് വന്നല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ പേര് എഴുതുന്നു കേട്ടോ. അമ്മ പറഞ്ഞു കാലും കൊണ്ട് എഴുതേണ്ട, കൈ കൊണ്ട് എഴുതുന്നാലേ തിരയൊക്കെ വരത്തുള്ളൂ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ എഴുതി 5 സെക്കൻഡ് പോലും എടുത്തില്ല, അതിന് മുന്നേ തിര വന്നു കേട്ടോ. കാരണം രമ്യാമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇത്രയും ദൂരെ എന്നിങ്ങനെ എഴുതി ഇങ്ങനൊന്നും വരത്തില്ല, തിര വരത്തില്ല. കാരണം ഞങ്ങൾ ഇന്നലത്തെ തിര വന്നേ ഇല്ല, ഞങ്ങൾ വെറുതെ ഇവിടെ നിൽക്കുമായിരുന്നു. എഴുതി 5 സെക്കൻഡ് കഴിഞ്ഞു ഉടനെ തിര വരുമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ രമ്യാമ്മയുടെ പേരെഴുതിയപ്പോഴും ഈ സെയിം അവസ്ഥ തന്നെയായിരുന്നു. പേരെഴുതി അതിന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അതിനൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ ഉടനെ തന്നെ വന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം പാനിപ്പൂരി മേടിച്ചു കേട്ടോ. കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതുപോലെ പാനിപ്പൂരി മേടിച്ചു കേട്ടോ. പക്ഷേ എനിക്ക് എന്താ പറ്റില്ല, ഇത് കഴിച്ചിട്ടുണ്ടല്ലോ, ഈ മിൻറ്റിൻ്റെ ഒരു വെള്ളം ഇല്ലേ, പുതിനയുടെ ഒരു തരം വെള്ളം, ആ ഫ്ലേവർ എനിക്ക് വലുതായിട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് കഴിക്കാനും ഒരു ഇത് തോന്നില്ല. പിന്നെ അവിടെ കുതിരയും ഒട്ടകവും, ഞാൻ ഫസ്റ്റ് ടൈമാണ് അഴീക്കടിച്ച് വന്നിട്ട് ഇതൊക്കെ കാണുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസിനൊക്കെ മേടിച്ചു. പിന്നെ കുറച്ച് നേരം സൺസെറ്റൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്ന് കണ്ടു കേട്ടോ. അവിടെ ഇങ്ങനെ ബെഞ്ചുണ്ട് ഇഷ്ടം പോലെ, അപ്പോൾ അവിടെ ഇരുന്ന് അതൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ നമ്മൾ കടലൊക്കെ ഇറങ്ങി കുറച്ച് നേരം നിന്നു. അത്യാവശ്യം നല്ല തിരയുണ്ടല്ലേ, പക്ഷെ ഞങ്ങൾ നിൽക്കുന്നിടത്ത് അത്ര തിരയില്ലായിരുന്നു, കുറവായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടോട്ട് ഇങ്ങനെ വന്നിരുന്നു. ഇവിടെ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ബെഞ്ച് പോലെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അങ്ങോട്ട് വന്നിരുന്നു. ഇവിടെ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട്, അതാണ് അല്ലേ നല്ല രസം. പാലമൊക്കെ ഉള്ളതാണ്, അടിപൊളിയാണ്. ഞങ്ങൾ പിന്നെ മറ്റേ പാനിപ്പൂരി മേടിച്ച്, പിന്നെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ കുറേ മേടിച്ച്, പൊളിയായിരുന്നു. ഞങ്ങളിത് വെജിറ്റബിൾസിന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും നല്ല പൊളി സൺസെറ്റൊക്കെയാണ്, നമുക്ക് നോക്കാം. അങ്ങനെ കുറേ നേരം ഫോട്ടോസും വീഡിയോസൊക്കെ കുറേ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കുറേ നേരം ഇരുന്നായിരുന്നു കേട്ടോ, 1.5 മണിക്കൂറോളം കുറേ നേരം ഇരുന്ന് സൺസെറ്റൊക്കെ കണ്ടു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ മറ്റേ വലിയ പാലം ഉണ്ടല്ലോ, അവിടെ കൂടി ഞങ്ങൾ പോയിട്ടോ. ഒരു പ്രാവശ്യം ഞങ്ങൾ അവിടെ നിന്ന് കയറിയിട്ടുണ്ട്. ഇതുപോലെ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇങ്ങോട്ട് കായംകുളത്തോട്ട് വന്ന സമയത്ത് ഞങ്ങൾ ആ പാലത്തിൽ കൂടി പോയായിരുന്നു കേട്ടോ. പിന്നെ ഒന്നുകൂടി അന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഉച്ച സമയത്തായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഉച്ചയ്ക്ക് ബീച്ചിലോട്ട് വന്നതാണ്. അപ്പോൾ നൈറ്റ് ടൈമിൽ ഈ പാലത്തിൽ കയറിയിട്ടില്ല. അപ്പോൾ വിചാരിച്ചു ഈ ലൈറ്റൊക്കെ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഈ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ചേക്കത്തില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഹൈവേ കൂടി പോകുന്ന പോലെ അടിപൊളിയായിരുന്നു. നൈറ്റ് എനിക്ക് തോന്നുന്നു പകൽ സമയത്ത് പോകുന്നേക്കാളും കുറച്ചുകൂടി നല്ലത് നൈറ്റ് ടൈമിൽ പോകുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ കൂടിയൊക്കെ പോയി. പിന്നെ ഞങ്ങൾ ലൈറ്റ് ഹൗസിൽ കയറാമെന്ന് വെച്ചായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ അടച്ചിട്ടുണ്ടായിരുന്നു. അവിടെ 4 മണിക്കോ 4:30 എങ്ങാണ്ട് തുറക്കത്തുള്ളൂ. പിന്നെ നേരത്തെ അങ്ങ് അടയ്ക്കും എങ്ങാണ്ട് ചെയ്യും. അല്ല, 4:30 എങ്ങാണ്ട് അടയ്ക്കും. ഉച്ച സമയത്ത് നമുക്ക് അവിടെ പോകാൻ പറ്റത്തുള്ളൂ. ആലോചിച്ചാണ്, അത്ര ഉച്ച വെയിലത്തെ നമുക്കവിടെ കയറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങ് പോകുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് പിന്നെ വല്യമ്മച്ചിയുടെ വീട്ടിലോട്ടായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് നേരം നിന്നു. അപ്പോൾ ഇതാണ് കേട്ടോ വീടിനകം വശം. ഞാൻ വീട് അങ്ങനെ അധികം കാണിച്ചിട്ടില്ലല്ലേ, അപ്പോൾ ഇതാണ് വീട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്തായാലും വീട്ടിൽ ചെല്ലുമ്പോൾ 10 മണി ഒക്കെ കഴിയും, ലേറ്റാവും. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച കേട്ടോ. ഒരു റെസ്റ്റോറൻറ്റിലോട്ട് കയറിയിട്ടുണ്ട്. ഒരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്, മാമ്പഴം എന്നാണ് കേട്ടോ പേര്. ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇത്? ഫിഷ് നിർമ്മ, പിന്നെ ഞങ്ങൾ ക്രാബ് റോസ്റ്റ് ഓർഡർ, പിന്നെ അപ്പം, എന്തൊക്കെ ഫിഷ് മോളി, ഫിഷ് വായിക്കൊള്ളാത്ത കുറേ പേരുണ്ട്. ഫിഷ് മസാല, അതുപോലെ അറിയാം. ഫിഷ് ഷാപ്പ് കറി, ഫിഷ് ഗ്രില്ല്, പൊള്ളിച്ചത്, പൊരിച്ചത്, പൊള്ളിച്ചത്, ഫിഷ് മോളി നേരത്തെ വീട്ടിലൊക്കെ വെക്കുന്നതാണ്. മോളി എന്താ സംഭവം? ഞങ്ങളെ കഴിക്കാൻ പോകുന്ന മീൻ പച്ചയ്ക്ക് ഞങ്ങൾ എടുത്ത് കാണിച്ചു. ഇതാണ് പൊരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പച്ച മീൻ. ഇനി ഞങ്ങൾ കുറച്ച് വെറൈറ്റി പിടിക്കാമെന്ന് വെച്ചു. ഇനി ഞങ്ങൾ അപ്പമാണ് ഓർഡർ ചെയ്തത്.
അങ്ങനെ അങ്ങനെ റെയറായിട്ടാണ് ഇങ്ങനൊക്കെ ഓർഡർ ചെയ്യുന്നത്. പൊറോട്ട അല്ലെങ്കിൽ ചിക്കൻ ഐറ്റംസ് ആണ്. ഇന്ന് ഫുള്ള് സീ ഫുഡ് ഐറ്റംസ് മേടിക്കുന്നു വിചാരിച്ചില്ല. ഞങ്ങൾ സീ ഫുഡ് കഴിക്കണമെന്ന് വെച്ചായിരുന്നു, പക്ഷെ അവിടുത്തെ ബീച്ചിൻ്റെ സൈഡിലെ കടയൊക്കെ അങ്ങനെ എല്ലാം ഒന്നും തുറന്നിട്ടില്ല. ഒന്നും ഓപ്പൺ അല്ല, എല്ലാം അടച്ചു കട. അതെനിക്ക് ഇവിടെ ആലപ്പുഴ ബീച്ചിൽ അതെ, ആലപ്പുഴ ബീച്ചിൽ പോയാലും കിട്ടും. അപ്പോൾ ഇവിടെ എന്തോ മാമ്പഴം അല്ലേ കടയുടെ പേര്, മാമ്പഴം. ഞാൻ ഇറങ്ങാൻ നേരത്ത് കാണിക്കാം. മാമ്പഴം എന്ന് പറയുന്നൊരു കട, അത്യാവശ്യം വലിയൊരു ഹോട്ടലാണ്. ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ ഞങ്ങൾ ആദ്യമേ തന്നെ ഫസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന പാൽക്കപ്പയായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയ്ക്ക് അത് പറയുന്നില്ല, കാരണം വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടാണ് പാൽക്കപ്പ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പാൽക്കപ്പയും ബീഫ് റോസ്റ്റും ആയിരുന്നു കേട്ടോ. പൊളി ടേസ്റ്റ് ആയിരുന്നു, മസ്റ്റ് ട്രൈ ആണ് ഇത്. സത്യം പറഞ്ഞാൽ പാൽക്കപ്പ ഞങ്ങൾ ഓർഡർ ചെയ്ത സമയത്ത് ഞങ്ങൾ രണ്ടാമതും കൂടി ചോദിച്ചു, കാരണം വലിയ ക്വാണ്ടിറ്റി ഇല്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു സാധനം തീർന്നു, എല്ലാവരും മേടിച്ച് തീർന്നു എന്ന് പറഞ്ഞ്. ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പാൽക്കപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അപ്പം മേടിക്കത്തില്ല, കാരണം അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആകെ 2 വായി കിട്ടിയുള്ളൂ, കാരണം ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ, ക്വാണ്ടിറ്റിയും വലുതായിട്ടില്ലായിരുന്നു, സാധനം തീർന്നുകൊണ്ട്. പൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഐ തിങ്ക് ഈ പാൽക്കപ്പയും ഫിഷ് കറിയേക്കാളും കുറച്ചുകൂടി നല്ല കോമ്പിനേഷൻ ബീഫ് റോസ്റ്റാണ്. ബീഫ് റോസ്റ്റിനൂടെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഇങ്ങനത്തെ എക്സ്പ്രഷനൊക്കെ ഇടുന്നത് എൻ്റെ ഈ ബ്ലാക്ക് ഡ്രസ്സിൽ ഇങ്ങനെ ഈ ഇത് കഴിച്ചപ്പോൾ ഇച്ചിരി വീണ് കേട്ടോ. അപ്പോൾ അതാണ് ഇങ്ങനത്തെയൊക്കെ എക്സ്പ്രഷൻ ഇടുന്നത്. എന്തായാലും പൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ ക്രാബ് റോസ്റ്റും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പത്തിൻ്റെ കൂട്ടത്തിൽ. അത് കുഴപ്പമില്ല, ഒരു ആവറേജാണ്. മസാല എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ആ ഞണ്ടിലോട്ട് വലുതായിട്ട് അങ്ങോട്ട് മസാല ഒരുപാട് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. പിന്നെ ഫിഷ് നിർവാണ ഐ തിങ്ക് അതൊരു ഫ്ലോപ്പായിരുന്നു കേട്ടോ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. കാണുമ്പോൾ പൊളിയാണെങ്കിലും പക്ഷേ അതെന്താ വെച്ചാൽ വലിയ ഫ്ലേവർ ഇല്ല അതിൽ, അതാണ് മെയിനായിട്ടും. ഈ പാലൊക്കെ ഒഴിച്ചിട്ടാണ്, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ വലിയ എരിവോ പുളിയോ ഒന്നും തന്നെയില്ല, ഉപ്പ് മാത്രമുണ്ട്. അത് ഫ്ലേവർ ഈ നോർത്ത് ഇന്ത്യൻസിനൊക്കെ കുറച്ചുകൂടി ഇഷ്ടപ്പെടത്തുള്ളൂ, നമുക്ക് വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടുത്തില്ല കേട്ടോ. പിന്നെ നാരങ്ങ വെള്ളം മിൻറ്റ് ലൈമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ലൈം ജ്യൂസൊക്കെ. അപ്പോൾ ഇതാണ് ഹോട്ടൽ മാമ്പഴം ഫാമിലി റെസ്റ്റോറൻ്റ് കേട്ടോ. കുഴപ്പമില്ല, ഒരു ആവറേജാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു വീഡിയോ. ശരിക്കും വൈൻഡപ്പ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്, കാരണം ഭയങ്കര ടയേർഡാണ് കേട്ടോ. ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ശരിക്കും ഇത്രയുള്ളൊരു കുട്ടി ട്രിപ്പ് വീഡിയോ ആണ്. വെക്കേഷനായിട്ട് നമ്മളങ്ങനെ അധികം വ്ളോഗോ കാര്യങ്ങളൊന്നും അധികം എടുത്തിട്ടില്ല. അച്ഛയും കൂടി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി വ്ളോഗ് വീഡിയോസൊന്നും അധികം ഇല്ലാത്തത്. അപ്പോൾ ഇതൊരു കുട്ടിയൊരു വ്ളോഗായിരുന്നു. സോ ഞങ്ങളാണെങ്കിൽ അവിടെ അഴീക്കൽ ബീച്ചിൽ പോയപ്പോൾ എൻ്റെ പേരപ്പനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ വീട് ഇവിടെ അടുത്താണ്, കായംകുളത്താണ്. അപ്പോൾ അമ്മിണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ വീടിൻ്റെ അടുത്താണ്, പക്ഷെ അവർ അവിടെ ഇല്ല. അപ്പോൾ അവർ വേറെ എവിടെയോ കൊല്ലത്തങ്ങാണ്ട് പോയേക്കുമായിരുന്നു. അപ്പോൾ അത് കാരണം, അല്ലെങ്കിൽ അമ്മിണിയൊക്കെ നമുക്ക് വ്ളോഗിൽ കാണാമായിരുന്നു. അതും ചെറിയൊരു വിഷമമുണ്ട്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ നല്ലൊരു പൊളി എന്താ പറയുക, വ്ളോഗും പൊളിയായിരുന്നു, ഇന്നത്തെ ദിവസം പൊളിയായിരുന്നു. കുറേ ഫുഡ് അടിക്കാൻ പറ്റി, പിന്നെ എന്താ പറയുക, ബീച്ചിലൊക്കെ ഇറങ്ങാൻ പറ്റി. പിന്നെ ഞങ്ങൾ ഒത്തിരി നേരമൊന്നും ബീച്ചിൽ ഇറങ്ങി നിന്നില്ല കേട്ടോ. ഒരു 3/4 മണിക്കൂറൊക്കെ നിന്നുള്ളൂ. 3/4 മണിക്കൂർ നിന്നൊന്നും ഡൗട്ടാണ്. ഞങ്ങൾ കുറച്ച് നേരം നിന്നുള്ളൂ. എന്താ പറയുക, ബീച്ചിൽ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കഴിക്കാനുള്ള ടെൻഡൻസി കൂടി. കാരണം അവിടെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. മറ്റേ പൊട്ടറ്റോയുടെ ഒക്കെ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ മറ്റേ വെജിറ്റബിൾസിൻ്റെ പാനിപൂരി. ഞങ്ങൾ പാനിപൂരിയും മറ്റേ വെജിറ്റബിൾസിൻ്റെയും പിന്നെ കപ്പലണ്ടിയൊക്കെ മേടിച്ചത്. ഐസ്ക്രീം ഞങ്ങൾ മേടിച്ചില്ല, കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, വരുന്ന വഴി ഞങ്ങൾ ഷാർജ ഷേക്കൊക്കെ മേടിച്ചുകൊണ്ട് എല്ലാം കൂടി ഐസ്ക്രീം മേടിക്കുന്നത്. പിന്നെ ഐസ്ക്രീം അല്ലാതെ പാഴ്സലും മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചില്ല, ആർക്കും വേണ്ടായിരുന്നു. രാവിലത്തെ ഇതൊക്കെ കഴിഞ്ഞ് ഐസ്ക്രീം കഴിച്ചപ്പോഴത്തേനും എല്ലാവർക്കും മതിയായി. പിന്നെന്താ പറയുക, ഇത്രയുള്ളൂട്ട് ഒരു വീഡിയോ, വലുതായിട്ടൊന്നും ഇല്ല. പിന്നെന്താ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.